ഭിന്നശേഷിക്കാരുടെ സമഗ്ര വികാസത്തിനായി ഇന്ത്യയിലെ ഏറ്റവും വലിയ പരിശീലന കേന്ദ്രം കാസർഗോഡ് അടുക്കത്ത് പറമ്പിൽ ഒരുങ്ങുന്നു. തിരുവനന്തപുരം ഡിഫൻഡ് ആൻഡ് സെന്ററിന്റെ മാതൃകയിലാണ് കർമ്മ പദ്ധതി. നിർമ്മാണ പ്രവർത്തികളുടെ ഉദ്ഘാടനം ചലച്ചിത്ര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ നിർവഹിച്ചു. ലോകത്തിനു മുന്നിൽ നാം അവതരിപ്പിക്കുന്ന മാതൃകാ പ്രസ്ഥാനമാണ് IIPD എന്ന് ചലച്ചിത്ര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ഭിന്നശേഷിക്കാരുടെ സമഗ്ര വികസനത്തിനായി നിർമ്മിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ വലിയ മാജിക് അദ്ദേഹം യാഥാർത്ഥ്യമാക്കാൻ പോവുകയാണ്. ഈ പ്രദേശത്ത് ഈ വലിയ മാജിക് ഇതിലെ ഈ സന്ദർഭത്തിൽ ഈ വേളയിൽ ഇവിടെ നിങ്ങളുടെ ഒപ്പം ഉണ്ടാകാൻ കഴിഞ്ഞത് എൻ്റെ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. ഇതിന് വിജയം ഉണ്ടാകുന്നുള്ള യാതൊരു സംശയമില്ല. എന്ന് മാത്രമല്ല, അതുകൂടെ ഞാൻ പറയട്ടെ, ഊരാളുങ്കൽ സൊസൈറ്റിയാണ് ഇതിൻ്റെ നിർമ്മാണം ഏറ്റെടുക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് വലിയ പ്രതീക്ഷയുണ്ടാവും. ഉടനെ ഇത് യാഥാർത്ഥ്യമാകും. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഊരാളുങ്കൽ സൊസൈറ്റിക്ക് എഗ്രിമെന്റും ആദ്യഘടവും ഗോപിനാഥ് മുതുകാട് കൈമാറി. 20 ഏക്കറിൽ 100 കോടി രൂപ ചെലവിട്ടാണ് അന്താരാഷ്ട്ര ഭിന്നശേഷി ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നത്. എൻഡോസൾഫാൻ ദുരിതബാധിതരടക്കം സംസ്ഥാനത്തെ നിരവധി കുട്ടികൾക്ക് ആശ്രയമാകുന്ന തരത്തിൽ നിർമ്മിക്കുന്ന സെന്ററിൽ പ്രതിവർഷം 500 ഭിന്നശേഷിക്കാർക്ക് വിവിധ മേഖലകളിൽ പരിശീലനം നൽകും. ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ 2026 പൂർത്തീകരിച്ച് 2029 പദ്ധതി പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകും. അന്തർദേശീയ നിലവാരത്തിലുള്ള കലാകായിക പരിശീലന സംവിധാനങ്ങൾ, അത്യാധുനിക തെറാപ്പി സൗകര്യങ്ങൾ, പേഴ്സണലൈസ്ഡ് അസിസ്റ്റീവ് ഡിവൈസ് യൂണിറ്റുകൾ, തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ, മെഡിക്കൽ സൗകര്യങ്ങൾ, ട്രെയിനിംഗ് സെന്ററുകൾ തുടങ്ങിയവ കാസർഗോഡ് IIPDയിൽ ഉണ്ടാകും. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.